നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോൺ നമ്പർ റദ്ദാകുമെന്ന് കാണിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശവുമായി പുതിയ തട്ടിപ്പ്. മൊബൈൽ ഫോണിലേക്ക് ഓട്ടോമേറ്റഡ് റെക്കോർഡഡ് വോയിസ് ആയാണ് ഫോൺ കോൾ എത്തുന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ കലാ കായിക മേളയായ ജ്യോതിസ് സംഘടിപ്പിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് ടൂറിസം രംഗത്ത് മുന്നേറ്റം സൃഷ്ടിച്ച KSRTC ബജറ്റ് ടൂറിസം പദ്ധതി ഇപ്പോൾ പുതുക്കാട് ഡിപ്പോയിലും. ചെലവ് കുറവാണെന്നതാണ് KSRTC ബജറ്റ് ടൂറിസം തെരഞ്ഞെടുക്കാൻ സഞ്ചാരികളെ പ്രേരിപ്പിക്കുന്നത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് നിറച്ചാർത്ത് 2024 കലാ കായികമേളയുടെ ഭാഗമായി ജില്ലാ ആശുപത്രിയിലെ സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നേത്രരോഗ തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോൺ നമ്പർ റദ്ദാകുമെന്ന് കാണിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശവുമായി പുതിയ തട്ടിപ്പ്. മൊബൈൽ ഫോണിലേക്ക് ഓട്ടോമേറ്റഡ് റെക്കോർഡഡ് വോയിസ് ആയാണ് ഫോൺ കോൾ എത്തുന്നത്. Your service will be suspended today. For more detail, please press 1. For customer service, please press 0. नमस्कार, यह भारतीय दूरसंचार नियामक प्राधिकरण की ओर से अधिसूचना है. आपके फोन नंबर के असामान्य उपयोग के कारण आपकी सेवा आज निलंबित कर दी जाएगी. अधिक जानकारी के लिए कृपया 1 दबाएं. ग्राहक सेवा के लिए कृपया 0 दबाएं. നിങ്ങളുടെ മൊബൈലിൽ അസാമാന്യമായ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിങ്ങളുടെ മൊബൈൽ കണക്ഷൻ വിച്ഛേദിക്കുന്നത് എന്നാണ് ഫോൺ കോളിൽ പറയുന്നത്. ഫോൺ ഉപഭോക്താവ് അറിഞ്ഞുകൊണ്ടുള്ള നിയമപരമല്ലാത്ത ഇടപാടുകൾ ചെയ്യുമ്പോൾ മാത്രമേ ഫോൺ നമ്പർ കട്ട് ചെയ്യുകയുള്ളൂവെന്ന് സൈബർ പോലീസ് പറഞ്ഞു. മൊബൈൽ നമ്പർ റദ്ദ് ചെയ്യാതിരിക്കാനായി നമ്പർ 1 പ്രസ് ചെയ്യൂ, കസ്റ്റമർ സർവീസിനായി 0 പ്രസ് ചെയ്യൂ എന്നാണ് ഫോൺ കോളിൽ പറയുന്നത്. ഇപ്പോഴും ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി സൈബർ പോലീസ് പറഞ്ഞു. അനാവശ്യ ഫോൺ കോളുകളോട് പ്രതികരിക്കാതിരിക്കുകയാണ് മൊബൈൽ ഫോൺ ഉപയോക്താക്കൾ ചെയ്യേണ്ടതെന്ന് സൈബർ പോലീസ് അറിയിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ കലാ കായിക മേളയായ ജ്യോതിസ് സംഘടിപ്പിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ ജോസി ജോണി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, പ്രിൻസി ഡേവിസ്, ജിജ ജോൺ, ദിനിൽ പാലപ്പറമ്പിൽ, അശ്വതി പ്രവീൺ, CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, ICDS സൂപ്പർവൈസർ സുധാകുമാരി, രമണി, PS പ്രീജു, സജന ഷിബു, VK വിനീഷ് എന്നിവർ പ്രസംഗിച്ചു. സമ്മാനദാനവും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സംഘടിപ്പിച്ച ജ്യോതിസ് എന്നുള്ള ഭിന്നശേഷി കുട്ടികളുടെ കലാമേള നമ്മളെല്ലാ വർഷവും നടത്താറുണ്ട്. ഉച്ചവരെ നിങ്ങളുടെ വിവിധ കലാപരിപാടികൾ നമുക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ കാണുന്നത്. പരിപാടി നമുക്കറിയാം, കഴിഞ്ഞ വർഷവും ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നടത്തി. ഈ വർഷവും ഒട്ടും മോശം കൂടാതെ ഉള്ള പരിപാടിയാണ്. കുട്ടികളെ അല്ലെ ഭിന്നശേഷികളെ കുട്ടികളെ വളരെ സന്തോഷമുണ്ടല്ലോ എല്ലാവരും മൊത്തം ഇല്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നത്തെ ഒരു ദിവസം. നമ്മുടെ മക്കളിലെ കലാ കായിക കഴിവുകളെ ഒത്തുകൂടി ഒരു കൂട്ടായ എല്ലാവരും ഒത്തുകൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എല്ലാ വർഷം തോറും നടത്തി വരുന്നത്. ഈ പ്രാവശ്യം കുറച്ച് കുറവുള്ളത് പോലെയാണ് തോന്നുന്നത്. പക്ഷെ എല്ലാവരും പങ്കെടുക്കാനായിട്ട് പരമാവധി എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ടാവുമെന്ന് ടീച്ചർമാരെ വേണ്ടിയുള്ള സഹകരണം ടീച്ചറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാ കുട്ടികൾക്ക് ഉള്ള സ്നേഹത്തെക്കാളും കൂടുതൽ ഇവർക്കൊരു പ്രത്യേക സ്നേഹം എല്ലാവരോടും. നമ്മളെ മക്കൾക്ക് പൂർണ്ണമായിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ അച്ഛനമ്മയും അവർക്ക് ആവശ്യമില്ല. പക്ഷെ ഇവർക്ക് ഇപ്പോഴും എല്ലാ കാര്യത്തിലും അച്ഛനമ്മയും ആവശ്യം തന്നെയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ
ഇതിന് ശേഷം കുട്ടികളുടെ കലാകായിക മേളയിലേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. ഈ വർഷം ഇപ്പോൾ എല്ലാവരുടെയും ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പേരുടെ വൈകിയത് കാരണം മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഇടാൻ പറ്റാത്തത്. ഇപ്പോൾ തന്നെ ഈ മാസം ഡിസംബർ 1 ആകുമ്പോഴത്തേക്കിന് ഇടാൻ പറ്റും. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത് സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ, VEO, IRTC കോർഡിനേറ്റർ, കില തീമാറ്റിക് എക്സ്പെർട്ട്, RGSA ബ്ലോക്ക് കോർഡിനേറ്റർ എന്നിവർ സന്നിഹിതരായി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തന്നെ നമ്മുടെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിരവധി പ്രോജക്റ്റുകൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുട്ടികളുടെ ഹരിതസഭ നല്ല വിജയകരമായി തന്നെ നടപ്പിലാക്കി. അതിൽ നമ്മുടെ കുട്ടികളിലൂടെ വന്ന നൂതന ആശയങ്ങൾ നമ്മുടെ നവകേരളം സൃഷ്ടിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് ഒരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള വിവിധങ്ങളായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഈ കേരളം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങളെ പ്രസിക്കുന്ന ഹരിത സഭ, അല്ലെ, പച്ചപ്പിന്റെ സഭ. ഭൂമിയിൽ എത്ര കാലം പച്ചപ്പുണ്ടോ അത്ര കാലം മാത്രമേ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ എന്ന ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത്. കാരണം പലതരത്തിൽ നമ്മുടെ ഭൂമിയുടെ പച്ചപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കുട്ടികളുടെ ഹരിതസഭ പദ്ധതിയുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രൊജക്ട് അവതരണത്തിൽ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേർണലിസം വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം നേടി. പൊതുമാലിന്യ നിർമ്മാർജ്ജനം എന്ന വിഷയത്തിലാണ് കുട്ടികൾ പ്രൊജക്ട് അവതരിപ്പിച്ചത്. ശ്രീപാർവതി സീദാസ്, മരിയ തേരസ് തോമസ്, നേഹ സാൻഡോ, PM ദിയ, ES ദേവപ്രിയ, ഫാത്തിമ ഫിറോസ് എന്നീ വിദ്യാർത്ഥികളാണ് വിജയികളായത്. ചുരുങ്ങിയ കാലം കൊണ്ട് ടൂറിസം രംഗത്ത് മുന്നേറ്റം സൃഷ്ടിച്ച KSRTC ബജറ്റ് ടൂറിസം പദ്ധതി ഇപ്പോൾ പുതുക്കാട് ഡിപ്പോയിലും. ചെലവ് കുറവാണെന്നതാണ് KSRTC ബജറ്റ് ടൂറിസം തെരഞ്ഞെടുക്കാൻ സഞ്ചാരികളെ പ്രേരിപ്പിക്കുന്നത്. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി മാമലക്കണ്ടം മൂന്നാർ, മറയൂർ കാന്തല്ലൂർ, കുട്ടനാടിന്റെ സൗന്ദര്യ കാഴ്ചകളുമായി സി കുട്ടനാട്, മലക്കപ്പാറ, ഗവി, കൊച്ചിയിൽ നിന്ന് കപ്പൽ യാത്ര തുടങ്ങി സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ അവസരം ഒരുക്കുകയാണ് KSRTC പുതുക്കാട് ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം പദ്ധതി. നവംബർ 24-നായിരുന്നു പുതുക്കാട് ഡിപ്പോയിൽ നിന്നുള്ള ആദ്യ യാത്ര. ആലങ്ങാട് സൗഹൃദ കൂട്ടായ്മയിലെ 50 അംഗ സംഘമാണ് മാമലക്കണ്ടം മൂന്നാർ യാത്രയിൽ പങ്കെടുത്തത്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ രാവിലെ 5 മണിക്ക് പുറപ്പെട്ട സംഘം 25-ന് പുലർച്ചെ 1-നാണ് മടങ്ങിയെത്തിയത്. പാട്ടും നൃത്തവും വിനോദങ്ങളുമായി രുചികരമായ ഭക്ഷണം കഴിച്ച് പ്രകൃതി സൗന്ദര്യത്തിന്റെ മതിവരാ കാഴ്ചകൾ ആസ്വദിച്ചാണ് സംഘം മടങ്ങിയെത്തിയത്. യാത്രാ ടിക്കറ്റ് നിരക്കിനൊപ്പം പ്രഭാത ഭക്ഷണവും മീൻകറി കൂട്ടിയുള്ള ഉച്ചഭക്ഷണവും ഉച്ചതിരിഞ്ഞുള്ള ചായയും സ്നാക്സും ഉൾപ്പെടെ 1020 രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത്. നിലവിൽ ശനി ഞായർ ദിവസങ്ങളിലും പൊതു അവധി ദിനങ്ങളിലുമാണ് യാത്രകൾ സംഘടിപ്പിക്കുന്നത്. ഓരോ യാത്രയ്ക്കും 5 ദിവസം മുൻപെങ്കിലും സീറ്റുകൾ റിസർവ് ചെയ്തിരിക്കണം. നിലവിൽ ഡിസംബർ 8-ന് മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, ഡിസംബർ 13-ന് ചക്കുളത്തുകാവ്, പൊങ്കാല, 14-ന് മാമലക്കണ്ടം മൂന്നാർ, 22-ന് സി കുട്ടനാട്, 25-ന് മലക്കപ്പാറ, 28-ന് മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, 29-ന് മാമലക്കണ്ടം മൂന്നാർ യാത്രകളാണ് സംഘടിപ്പിക്കുന്നത്. കൂടാതെ സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തീർത്ഥാടന യാത്രകളും ബജറ്റ് ടൂറിസം ലക്ഷ്യമിടുന്നുണ്ടെന്ന് കോർഡിനേറ്റർ ശ്രീനിവാസൻ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും പുതുക്കാടുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള തുകയ്ക്ക് ടൂർ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള KSRTC സംരംഭം എല്ലാ ഡിപ്പോകളിലും തുടങ്ങാനായിട്ടുള്ള ഒരു സംരംഭം നമുക്ക് മന്ത്രിയുടെ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ MDയുടെ തലത്തിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ ഡിപ്പോകളിലും ഇപ്പോൾ
ടൂറിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഗ്രാമപ്രദേശമായ പുതുക്കാട് ഡിപ്പോയിൽ ഈ ടൂറിൻ്റെ പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി 24-ാം തീയതി മാമലക്കണ്ടം മൂന്നാർ ടൂർ നമ്മൾ പോയതാണ്. വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. എല്ലാവർക്കും നല്ല സന്തോഷമായി. അതിൽ നമ്മൾ അഫോർഡബിൾ പ്രൈസിനാണ് അത് പോകുന്നത് എന്നുള്ള ഒരു ഹൈലൈറ്റ് ആണ്. അതുപോലെ തന്നെ KSRTC ബസ് പ്രത്യേക ഒരു വൈബാണ്. ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഒരു പ്രത്യേക വൈബാണ്. വളരെ പോസിറ്റീവ് റിസൾട്ടാണ് അത് നമുക്ക് ലഭിക്കുന്നത്. ഇതിനു പുറമെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ നിരക്കിൽ ഇൻഫോർടൈൻമെന്റ് യാത്രകളും ഒരുക്കാൻ പദ്ധതിയുണ്ട്. ഒരു ദിവസം നീളുന്ന ഈ യാത്രയിൽ ആദ്യ പകുതിയിൽ പ്രാദേശികമായ ഫാക്ടറികളോ മറ്റ് സ്ഥാപനങ്ങളോ സന്ദർശിക്കുകയും പിന്നീട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് സന്ദർശിക്കുകയുമാണ് ലക്ഷ്യം വെക്കുന്നത്. ജില്ലയിലെ 7 KSRTC ഡിപ്പോകൾ കേന്ദ്രീകരിച്ചും ബജറ്റ് ടൂറിസം യാത്രകൾ വിജയകരമായി മുന്നേറുകയാണ്. ഈ ക്രിസ്മസ് അവധിക്കാലത്ത് കേരളത്തിലെ കാടും കടലും കായലും ഉൾപ്പെട്ട പ്രകൃതിയുടെ മതിവരാ കാഴ്ചകൾ ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളെ മാടി വിളിക്കുകയാണ് KSRTC പുതുക്കാട് ഡിപ്പോ. കൂടുതൽ വിവരങ്ങൾക്ക് 9207803715 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ കല്ലൂരുള്ള സൗഹൃദ സംഘം, കതിർ സൗഹൃദ സംഘത്തിൻ്റെ 15 മെമ്പർമാർ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഞങ്ങളുടെ യാത്രയുണ്ടായിരുന്നു. പുതുക്കാട് ഡെപ്പോയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ആദ്യത്തെ യാത്ര ഞങ്ങളുടേതായിരുന്നു. വളരെ മനോഹരമായ യാത്ര. കുട്ടമ്പുഴയിൽ നിന്നും യാത്ര ആരംഭിച്ചിട്ട് അതിൻ്റെ വാളറ വെള്ളച്ചാട്ടം, പീച്ചാട് വെള്ളച്ചാട്ടം, മാമലക്കണ്ണ സ്കൂള്, ചില 1-2 വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ടെങ്കിൽ എങ്കിൽ പോലും അതൊരു മനോഹരമായ യാത്രയായിരുന്നു. നമുക്ക് മറ്റൊരു വാഹനത്തിന് കടന്നു ചെല്ലാൻ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഓഫ് റോഡിൻ്റെ പാരമ്യതയിൽ അത് KSRTC മാത്രം പറ്റുന്ന ഒരു യാത്ര. ഈ സംഘത്തിൽ ഞങ്ങളൊരു ടൂർ പോകാൻ തീരുമാനിച്ചപ്പോൾ KSRTCയുടെ ടൂറിൻ്റെ ഒരു ബസ് ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അത് ബുക്ക് ചെയ്തു. അങ്ങനെ ആലങ്ങാട് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു. പക്ഷേ അതിലെ പെരുമാറ്റം എന്ന് വെച്ചാൽ കണ്ടക്ടറും ഡ്രൈവറൊക്കെ അത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീസൻ്റ് ആയിരുന്നു. കാരണം നമ്മളൊന്നും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല നമ്മളെ കെയർ ചെയ്യുന്ന, അതായത് ഞങ്ങളിപ്പോൾ ഒരു ടീമായിട്ട് കുടുംബം കുട്ടികളായിട്ട് ഇറങ്ങുമ്പോൾ എപ്പോഴും ഒരാളുടെ കണ്ണ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. കെയർ ചെയ്ത് പോകുന്ന ഒരു ഉദ്യോഗസ്ഥർ, ഒരു യാത്ര ഞാൻ എൻ്റെ ജീവിതത്തിലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു. നമ്മൾ ഒരുപാട് ട്രിപ്പുകൾ പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവരെ ഈ കരുതലും സ്നേഹവും ഒരു വ്യത്യസ്തതയായിരുന്നു. പൊതുവെ യാത്ര നന്നായിരുന്നു. ഞങ്ങൾ കാട്ടിലൂടെ മാത്രമല്ല പോയത്, അത് ഞങ്ങൾ ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ധാരാളം ആനകൾ വരുന്ന സ്ഥലമാണ്. ഞങ്ങൾ പകലാണ് എത്തിയത്, അതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എങ്കിലും ആ പ്രദേശം തന്നെ വളരെ മനോഹരമായിരുന്നു. ലക്ഷ്മി എസ്റ്റേറ്റിലൂടെ വളരെ മനോഹരമായ ഒരു എസ്റ്റേറ്റാണ്. തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്ര ഓഫ് റോഡും തേയിലത്തോട്ടമായിട്ട് നല്ലൊരു യാത്രയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ. അതിൽ ഞങ്ങൾ ചെന്നെത്തിയത് ഓൾഡ് മൂന്നാറിലേക്കാണ്. അത് പല പ്രാവശ്യം ഞാൻ മൂന്നാർ പോയിട്ടുണ്ട്, പക്ഷേ എന്നാൽ ഇതിലെ പോയത് വളരെ മനോഹരമായ യാത്രയായിരുന്നു. കുറഞ്ഞ ചിലവിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ യാത്രക്കാർക്ക് അവസരമൊരുക്കുന്നതോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ട് KSRTC ആരംഭിച്ച ബജറ്റ് ടൂറിസം പദ്ധതി പുതുക്കാട് ഡിപ്പോയിലും ആരംഭിച്ചിരിക്കുകയാണ്. മാമലക്കണ്ടം, മൂന്നാർ, ഗവി, കുട്ടനാട് തുടങ്ങി നിരവധി ഇടങ്ങളിലേക്ക് ഇവിടെ നിന്ന് യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടും വിനോദവും ഭക്ഷണവുമായി ഒരു ദിവസത്തെ അടിപൊളി യാത്ര. എല്ലാവരും അടിച്ചു കയറി വാ എന്നാണ് KSRTC പറയുന്നത്. യാത്രയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് നിറച്ചാർത്ത് 2024 കലാകായികമേളയുടെ ഭാഗമായി ജില്ലാ ആശുപത്രിയിലെ സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നേത്രരോഗ തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ KV ഷാജു അധ്യക്ഷത വഹിച്ചു. നെന്മണിക്കര EHC മെഡിക്കൽ ഓഫീസർ രാഗി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K അജിത, മറ്റത്തൂർ EHC ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ, അശ്വതി ഗോപാൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ രഘു എന്നിവർ പ്രസംഗിച്ചു. ആമ്പലൂർ വെണ്ടൂരിൽ നിന്നും 11 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. വെണ്ടൂർ നേതാജി നഗർ ധർമ്മശാസ്ത്ര ക്ഷേത്ര റോഡിന് സമീപത്തു നിന്നുമാണ് 20 കിലോഗ്രാം തൂക്കം വരുന്ന പാമ്പിനെ പിടികൂടിയത്.
വെള്ളിയാഴ്ച രാത്രി 11:30 സംഭവം. നാട്ടുകാരായ പ്രിൻസ് മഞ്ഞളെ, രഞ്ജിത്ത് അമ്പൂക്കൻ, ജോണി ഈനാശോ, ജോജു കൊക്കൻ, റാഫേൽ ചേളിപ്പറമ്പിൽ എന്നിവർ ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത്. പഞ്ചായത്ത് അംഗം പ്രിൻസൺ തയ്യാലക്കൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതരെത്തുകയും പാമ്പിനെ കൈമാറുകയും ചെയ്തു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി SPC, SPG, വിമുക്തി ക്ലബ്ബ്, ടൈറ്റൻ ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള ഇന്റർ സ്കൂൾ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തൃശൂർ റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് VA ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MK അശോകൻ അധ്യക്ഷത വഹിച്ചു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ CK അക്കാദമി, നന്ദിക്കര GVHSS എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചേർപ്പ് കബഡി അക്കാദമി, എടപ്പാൾ കബഡി അക്കാദമി മലപ്പുറം എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. വിജയികൾക്കുള്ള സമ്മാനദാനം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. പ്രധാനാധ്യാപിക സമീന തോമസ്, ADNO KK ജോയ്, C വിമൽകുമാർ, ഷൈനി ശ്രീനിവാസൻ, സുനിൽ കൈതവളപ്പിൽ, MA ബാലൻ, AK രാമകൃഷ്ണൻ, NK കിഷോർ, AU ഷിഹാബ്, K ശ്രീലത, KR സുധീർ എന്നിവർ പ്രസംഗിച്ചു. ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ കായികമേള സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് K കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കായികാധ്യാപകൻ ബാബു ജോണി ദീപപ്രജ്വലനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ CG രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ PS ഉഷ, SN ട്രസ്റ്റ് രക്ഷാധികാരി സജീവ് വെട്ടിയാട്ടിൽ, ട്രഷറർ KU ദിവ്യപ്രകാശൻ, ജോയിന്റ് സെക്രട്ടറി OC വിജയൻ, വൈസ് പ്രിൻസിപ്പാൾ VR അനു, ക്ഷേമസമിതി പ്രസിഡന്റ് സിഞ്ചു സുബി, സാംസ്കാരിക സമിതി പ്രസിഡന്റ് സൗമി സണ്ണി, PTA സെക്രട്ടറി സിൽജ എന്നിവർ സന്നിഹിതരായി. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഒല്ലൂർ സെന്റ് വിൻസെന്റ് ഡി പോൾ ആശുപത്രി ജീവനക്കാർ തെരുവ് നാടകം അവതരിപ്പിച്ചു. ആശുപത്രിയിൽ ആരംഭിക്കുന്ന ഹെൽത്ത് പാക്കേജുകളുടെ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി നിർവഹിച്ചു. ഒല്ലൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സ്റ്റെഫി, PRO ജീസൺ ആന്റണി എന്നിവർ സന്നിഹിതരായി. CITU തൃശൂർ ജില്ലാ സീവേജ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും ഞായറാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. ജില്ലയിലെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, പോലീസ് സ്റ്റേഷൻ പരിധികളിൽ റണ്ണിംഗ് ടാങ്കറുകളും കാലി ടാങ്കറുകളും പിടിച്ചെടുത്ത് ചാർജ് ചെയ്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുക, പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെള്ളിക്കുളങ്ങര യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഡാനി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സംഗീത, ട്രഷറർ പുഷ്കരൻ, ഏരിയ സെക്രട്ടറി അനിത റോയ്, ഏരിയ പ്രസിഡന്റ് ഹരിഹരൻ എന്നിവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാഴായി ചെറുവാൾ മേഖലാ കുടുംബയോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PV ശാർങ്കൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, ഭാരവാഹികളായ KN ഗോപാലകൃഷ്ണൻ, CN വിദ്യാധരൻ, SA ദേവസി, VM പ്രഹ്ലാദൻ എന്നിവർ സംസാരിച്ചു. വേലുപ്പാടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൂരമഹോത്സവം ആഘോഷിക്കുന്നു. ശനി, ഞായർ ദിവസങ്ങളിലാണ് പൂരം. ചെണ്ടമേളം, പഞ്ചവാദ്യം, നാദസ്വരം, ശിങ്കാരിമേളം, ടാബ്ലോ, തിറ, തെയ്യം എന്നിവ പൂരത്തിന്റെ ഭാഗമായി നടക്കും. ഞായറാഴ്ച രാവിലെ 5:30 ഗണപതി ഹോമം, 6:30 കലശപൂജ, 8 കലശാഭിഷേകം, 11:30 ഉച്ചപൂജ, ഉച്ചതിരിഞ്ഞ് 3 എഴുന്നള്ളിപ്പ്, 6:20 ദീപാരാധന, 6:50 അത്താഴപൂജ, 7:15 തായമ്പക, 10 എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടാകും. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തിങ്കളാഴ്ച പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിക്കും. രാവിലെ 10 അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം ജിജോ ജോൺ അധ്യക്ഷത വഹിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി ലേഡീസ് ഇന്നർവെയർ ലോകത്തെ വൈവിധ്യമാർന്ന എല്ലാ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുന്നതിനായി അലൈനാസ് ഇന്നർ ഷോപ്പി കോടാലി ജംഗ്ഷനിൽ ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 10:30 മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്യും. തകർപ്പൻ ഓഫ് റോഡ് കൂടി ജാക്സൺ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലൂർ നായരങ്ങാടി സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന് എതിർവശം ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 10 ഉപ്പും മുളകും ഫെയിം ബേബി അമേയ ഉദ്ഘാടനം ചെയ്യും.
കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. 2024-26 വർഷത്തെ DLED പ്രവേശനത്തിന് എയ്ഡഡ്, ഗവൺമെന്റ്, സ്വാശ്രയം ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. തൃശൂർ CMS സ്കൂൾ ഹാളിൽ ഡിസംബർ 4 രാവിലെ 10 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കും. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. നിലവിൽ ലിസ്റ്റിലുള്ള അപേക്ഷാർത്ഥികൾക്ക് മുൻഗണന. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048723600810. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ, റെഗുലർ, പാർട്ട് ടൈം ബാച്ചുകളിലായാണ് ക്ലാസുകൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8304926081. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. ആമ്പലൂർ വെണ്ടോർ കുറ്റിക്കാടൻ പയ്യപ്പള്ളി അന്തോണി അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനിയാണ് ഭാര്യ. ആൻസി, സൂസന്ന, പരേതനായ ഐസക് എന്നിവർ മക്കളും, ബേബി, ജിയോ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് പരേതനായ മനക്കപ്പറമ്പിൽ ഗോപാലൻ നായർ ഭാര്യ ചിറങ്ങാട്ട് തങ്കമണിയമ്മ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അമ്മുക്കുട്ടി, ഗോപാലകൃഷ്ണൻ, ചന്ദ്രിക, സുശീല, ഭുവനേശ്വരി, ഇന്ദിര, ഗീത എന്നിവർ മക്കളും, മാണിക്യൻ, ദേവി, ബാലചന്ദ്രൻ, ശശി, നന്ദകുമാർ, പരേതരായ രവീന്ദ്രൻ, രഘുനാഥ് എന്നിവർ മരുമക്കളുമാണ്. നെടുമ്പാൾ കാവിൽ ജോണി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 11:30 പറപ്പുകര സെന്റ് ജോൺസ് ഫൊറോന പള്ളിയിൽ. ഷെർലി, സൈമൺ എന്നിവർ മക്കളും, ജോണി, സിനി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോൺ നമ്പർ റദ്ദാകുമെന്ന് കാണിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശവുമായി പുതിയ തട്ടിപ്പ്. മൊബൈൽ ഫോണിലേക്ക് ഓട്ടോമേറ്റഡ് റെക്കോർഡഡ് വോയിസ് ആയാണ് ഫോൺ കോൾ എത്തുന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ കലാ കായിക മേളയായ ജ്യോതിസ് സംഘടിപ്പിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് ടൂറിസം രംഗത്ത് മുന്നേറ്റം സൃഷ്ടിച്ച KSRTC ബജറ്റ് ടൂറിസം പദ്ധതി ഇപ്പോൾ പുതുക്കാട് ഡിപ്പോയിലും. ചെലവ് കുറവാണെന്നതാണ് KSRTC ബജറ്റ് ടൂറിസം തെരഞ്ഞെടുക്കാൻ സഞ്ചാരികളെ പ്രേരിപ്പിക്കുന്നത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് നിറച്ചാർത്ത് 2024 കലാ കായികമേളയുടെ ഭാഗമായി ജില്ലാ ആശുപത്രിയിലെ സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നേത്രരോഗ തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.